ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതാ സോയാബീൻ ഒരു വെറൈറ്റി ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോയാബീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കഴുകാനായിട്ടാണ്. അപ്പം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട, കാൽഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചെറുതായി തിള വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇതാ പൊന്തിയിരിക്കണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണ്ട, ചെറുതായിട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെ. അതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം, വെള്ളം തീരെ പാടില്ല. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പം എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം അതിലേക്ക് സബോളയും 2 സബോളയാണ് എടുത്തിട്ടുള്ളത്, തൊലി കളഞ്ഞെടുത്ത് വെച്ചതാണ്. പിന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ്, പിന്നെ 2-3 അല്ലി വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മുളകും പൊടി 2 വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ പത്തിരിപ്പൊടിയാണ്, വറുത്ത പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് സൊർക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്വല്പം സൊർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ അളവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൽ ഇരുമ്പി ചേർക്കാം, മുളകും പൊടിയും എല്ലാതും മസാലകളെല്ലാം കൂടെ. അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ളത് സബോളയാണ് അരിഞ്ഞു വെച്ചത് 2 എണ്ണം, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം തിരുമ്പി ചേർക്കണ്ട, ഒരുവിധം തിരുമ്പി ചേർത്താൽ മതി. ഇനി 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി അപ്പോഴേക്കും ഒരു ചട്ടിയിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലിലേക്ക്. അതിന് ശേഷം സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നെങ്കിൽ എല്ലാ ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാ എല്ലാതും 3/4 ഭാഗം വേവായി കിട്ടിയിട്ടുണ്ട്, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വെന്ത ശേഷം ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അതാ എല്ലാതും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനതാ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കളറൊന്ന് ചെറുതായി മാറി കിട്ടിയാൽ മതി, അധികം മൂപ്പാവണ്ട, അല്ലെങ്കിൽ നല്ല ഉറപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാതും ഇതുപോലെ ആയി കിട്ടി ഒരു പാത്രത്തിലേക്ക് എല്ലാതും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ സൗണ്ട് പിടിക്കുമ്പോൾ ചെറുതായിട്ട് വേറൊരു സൗണ്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മീതെ കുറച്ച് സബോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.